ഇറാൻ യുദ്ധം യുഎസിന് കനത്ത തലവേദനയായി തുടരുന്നതിനിടെ മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നത് ഇപ്പോൾ തങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം മാത്രമാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുക എന്നതാണെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുകയാണ്. ആദ്യം നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് അവരുടെ ആണവായുധങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. ഇപ്പോൾ അമേരിക്ക തുറന്നു സമ്മതിക്കുകയാണ്, യുദ്ധത്തിൽ തങ്ങൾക്ക് പിഴവ് പറ്റി, ഈ യുദ്ധം ആഗോളതലത്തിൽ എണ്ണ പ്രതിസന്ധിക്ക് കാരണമായി എന്ന്. അതായത് അമേരിക്കക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകുകയാണ് ലക്ഷ്യമെന്നാണ് ഇപ്പോൾ JD വാൻസ് പറയുന്നത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരും. മനു, ഈ പ്രധാനപ്പെട്ട പൂർണ്ണ നിയന്ത്രണം കടലിടുക്കിൻ്റെ അമേരിക്കൻ സൈന്യത്തിനാണ് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. നമുക്കറിയാം, അതിനിടയിലാണ് എണ്ണ വിതരണത്തിലെ തടസ്സങ്ങൾ വിളിച്ചോകുന്ന പ്രതികരണങ്ങളും യുഎസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തങ്ങൾക്ക് സംഭവിച്ച പിഴവ് അത് അമേരിക്ക ആദ്യമായി തുറന്നു പറയുകയാണോ? രഞ്ജിത്ത്, രണ്ട് കാര്യങ്ങൾ ഇവിടെ സുപ്രധാനമാണ്. ഒന്ന്, ഇറാൻ യുദ്ധം ആഗോള വിപണിയെ ബാധിക്കുന്നു, അത് അമേരിക്കയെയും ബാധിക്കുന്നു എന്ന സൂചനകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് JD വാൻസ് എണ്ണവില നിയന്ത്രിക്കുക, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം, അത് ഈ യുദ്ധത്തിൻ്റെ ഒരു ലക്ഷ്യമായി തന്നെ അവർ കാണുന്നു. നേരത്തെ ഈ ആണവായുധങ്ങളെ ഇറാനിൽ നിന്ന് നിരായുധീകരിക്കുക എന്ന വലിയൊരു അജണ്ടയായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചത്. അത് പറഞ്ഞാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണയൊക്കെ തേടുകയും ചെയ്തത്. പ്രധാനമായും ഇവർ ഇങ്ങനെ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിലൊക്കെ ഒപ്പിട്ട, ആണവ നിർവ്യാപന കരാറിലൊക്കെ ഒപ്പിട്ട രാജ്യമെന്ന നിലയിൽ ഇറാന് ആണവായുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള അധികാരമില്ല. അത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കും, അത് ഭീതിയും ആശങ്കയും വളർത്തും എന്നൊക്കെയുള്ളൊരു നിലപാടാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിനാണ് ചെറിയ തോതിലെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു പിന്തുണ ലഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇറാൻ തറപ്പിച്ച് പറയുന്നു. പക്ഷേ തങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇറാൻ്റെ നിലപാട് കൂടുതൽ കർക്കശമാകുന്നു. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കണ്ട എന്ന നിലപാട് അവർ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അമേരിക്ക ഈ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ലക്ഷ്യം മാറ്റുന്നത്. മാത്രമല്ല, JD വാൻസും ട്രംപും വ്യത്യസ്ത രീതിയിലാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആയുധങ്ങൾ അമേരിക്കയ്ക്ക് വെടിക്കോപ്പുകളുടെ എണ്ണം കുറയുന്നു എന്ന് JD വാൻസ് നേരത്തെ പറഞ്ഞിരുന്നു. ട്രംപ് പക്ഷേ അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അതേപോലെ ഇപ്പോൾ ഈ ട്രഷറി സെക്രട്ടറിയും ഒക്കെ JD വാൻസിൻ്റെ നിലപാടുകൾക്ക് ചുവടുപിടിച്ചുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. എണ്ണവില വലിയ തോതിൽ ആഗോള വിപണിയെ ബാധിക്കുന്നു, അത് ലോകരാജ്യങ്ങൾക്ക് ഈ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ കൂടി കാരണമാകുന്നു. കാരണം പല ലോകരാജ്യങ്ങളും എണ്ണവില വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നു, സമാധാനം വരണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ വിപണിയെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണവില അസ്ഥിരമാകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ആ രാജ്യങ്ങളിലെ പ്രാദേശിക സർക്കാരുകളെ അത് ബാധിക്കുന്നു, അത് അമേരിക്കൻ വിരുദ്ധ നിലപാടുകളിലേക്ക് രാജ്യങ്ങളെ എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധി ഉണ്ട്. ഈ ഘട്ടത്തിലാണ് JD വാൻസ് എണ്ണവില നിയന്ത്രിക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര, കപ്പൽ ഗതാഗതം, അതുപോലെ ഈ എണ്ണ കപ്പലുകൾ അല്ലെങ്കിൽ ചരക്ക് നീക്കമൊക്കെ സുഗമമാക്കുക എന്നതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം വേണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആയുധത്തിൻ്റെ കാര്യത്തിലല്ല, ആണവായുധങ്ങളുടെ കാര്യമല്ല, ഓയിൽ ആണ് ഏറ്റവും സുപ്രധാന കാര്യം എന്ന് JD വാൻസ് വ്യക്തമാക്കുന്നത്. നേരത്തെ ലോകത്ത് മറ്റ് എല്ലാ അമേരിക്കൻ വിരുദ്ധ ചേരികളും കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അമേരിക്കയുടെ ലക്ഷ്യം എണ്ണയാണെന്ന് ഇപ്പോൾ ആ കാര്യം കുറെ കൂടി തുറന്ന് സമ്മതിക്കുകയാണ് JD വാൻസ്. തീർച്ചയായും തുടരുക മനു.